ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജയ്പൂരിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷനാണ്. ഒരു വലിയൊരു ആറിൻ്റെ നടുക്കായിട്ടാണെങ്കിൽ ഒരു കൊട്ടാരമുണ്ട്. ആ ഒരു കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിലെ മാൻസാഗർ തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് ജൽമഹൽ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ, നല്ലൊരു ആംബിയൻസിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, മാരേജിൻ്റെ പ്രീ വെഡ്ഡിങ്, പോസ്റ്റ് വെഡ്ഡിങ് എല്ലാ സംഭവങ്ങളും നടത്താൻ പറ്റിയ അടിപൊളി ലൊക്കേഷനാണ്. എൻട്രി ഫീസൊന്നുമില്ല, റോഡ് സൈഡിലായിട്ടാണ്. റോഡ് സൈഡിലായതിൻ്റെ പേരിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വിഷ്വൽസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ജൽമഹലിൻ്റെ പല ആംഗിളിൽ കൂടുള്ള വിഷ്വൽസൊക്കെയാണ് ഗൈസ് നമ്മൾ ഇനി അടുത്ത് അങ്ങോട്ട് കാണിക്കുന്നത്. മാക്സിമം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിലെ മാൻസാഗർ തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് ജൽമഹൽ. രജപുത്ര മുഗൾ സമ്മിശ്ര വാസ്തുശൈലിയുടെ ഉത്തമ ഉദാഹരണമായ ഈ കൊട്ടാരം 18-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. ആംബറിലെ രാജാവായ സവായ് ജെയിൻ സിംഗ് രണ്ടാമനാണ് ഇത് പണി കഴിപ്പിച്ചത്. ജയ്പൂർ നഗരത്തിൽ നിന്നും ആംബർ കോട്ടയിലേക്കുള്ള വഴിയിൽ 6.5 കിലോമീറ്റർ ദൂരെയായിട്ടാണ് മാൻസാഗർ തടാകവും ഈ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത്. ഒരു വിനോദ കേന്ദ്രമായി നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരം 5 നിലകളിലായിട്ടാണ് ഉള്ളത്. തടാകത്തിൽ വെള്ളം നിറയുമ്പോൾ താഴത്തെ 4 നിലകളും വെള്ളത്തിനടിയിലാവും. 2006 രാജസ്ഥാൻ ഗവൺമെൻറ് ഇതിൽ നവീകരണത്തിനായി പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു, എങ്കിലും ഫലവത്തായിട്ടില്ല. 2018 വീണ്ടും രാജസ്ഥാൻ ഗവൺമെൻറ് പുതിയ കമ്മീഷനെ വച്ച് പഠനം നടത്തി പുരാതന സാമഗ്രികൾ വച്ച് തന്നെ നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 12 കിലോമീറ്റർ വിസ്തൃതിയിലായി മാൻസാഗർ തടാകം പരന്നു കിടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ജൽമഹലിൻ്റെ ഈ ഒരു വിഷ്വൽസ് കാണണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു 3 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെയിൽ കുറവായിരിക്കും. നല്ല രീതിയിൽ നല്ല ആംബിയൻസിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോഗ്രാഫികളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ കപ്പിൾസ്, അതുകൂടാതെ തന്നെ വയസ്സായ ആൾക്കാരും അവർ കുറച്ചൊന്ന് റിലാക്സേഷന് വേണ്ടി ഈ ഒരു തടാകത്തിൻ്റെ തൊട്ടടുത്തിരുന്ന് ഈ ജൽമഹലും കാണാം. അതോടൊപ്പം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലാക്സേഷനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈബും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റും. അത് എനിക്കിവിടെ വന്ന സമയത്ത് തന്നെ മനസ്സിലായി. പക്ഷേ എനിക്ക് ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൽമഹലിലൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. 5 നിലകളാണ്. നമുക്കിവിടെ നിന്ന് 2 നിലകൾ മാത്രമേ ആക്ച്വലി കാണാൻ പറ്റത്തുള്ളൂ. 3 നിലകൾ ആക്ച്വലി വെള്ളത്തിൻ്റെ അടിയിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു തടാകത്തിലാണ് ഇഷ്ടംപോലെ കൊക്കുകളും മീനുകളും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. നല്ല ആംബിയൻസ്, നല്ല വൈബ്. നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് പോയത് ഗൈസ്. അപ്പോൾ രാജസ്ഥാൻ വീഡിയോസിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ മഹൽസ്, പാലസ്, കൊട്ടാരങ്ങൾ എല്ലാ സംഭവങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ മോർ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ നേഴ്സ് വ്ളോഗർ മിക്കു റോക്ക് നേഴ്സ് വ്ളോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുകൾ മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിക്കും യുവ മിഗ്ദാദ് മിക്കു റോക്ക്. ബൈ ബൈ.